ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന MP സംസാരിക്കുന്നു. ആർത്തവവിരാമം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഒരു 45 മുതൽ 50 വയസ്സിനിടയിലാണ് സാധാരണ ആർത്തവവിരാമം ഉണ്ടാകുന്നത്. ഇത് ചിലരിൽ 45 വയസ്സിന് മുന്നേ വരെ അവർക്ക് ഏർലി മെനോപോസ് എന്ന് പറയും. 40 വയസ്സിന് മുന്നേ വരുന്നവർക്ക് ഒരു ഓവേറിയൻ ഫെയിലിയർ എന്നുള്ള രീതിയിൽ, അത് കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. അത് കുറച്ച് ഇവാലുവേഷൻ വേണ്ട ഒരു അസുഖമാണ്. കേരളത്തിലൊക്കെയാണ് ഒരു 48-50 വയസ്സിനോട് അടുക്കുമ്പോഴാണ് സാധാരണ ആർത്തവവിരാമം ഉണ്ടാകുന്നത്. ഈ ആർത്തവവിരാമം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ഒട്ടുമിക്ക സ്ത്രീകളും അനുഭവിക്കുന്നതാണ്. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ ആരോടും പറയാറില്ല. പറഞ്ഞാലും അധികം ആരും ഇത് പാർട്ട് ഓഫ് ലൈഫ് അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണെന്ന് കരുതി അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ല. എന്തുകൊണ്ടാണ് ഈ ആർത്തവവിരാമം ഉണ്ടാകുമ്പോൾ ചില ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്? അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവിൽ വരുന്ന കുറവുകളാണ്. മെനോപോസ് അല്ലെങ്കിൽ ആർത്തവവിരാമത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ഹോട്ട് ഫ്ലാഷസ് അഥവാ ചൂട് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാവാം. അതായത് സ്ത്രീകളിൽ രാത്രികാലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുക, ഒരുപാട് വിയർക്കുക, തലവേദന എടുക്കുക, നെഞ്ചിടിപ്പ് കൂടുക, ഇതൊക്കെ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന ഒരു പേരാണ് ഈ ഹോട്ട് ഫ്ലാഷസ്. സാധാരണ ഇത് 2 മുതൽ 5 മിനിറ്റ് വരെയാണ് ഉണ്ടാകാറുള്ളത്. പ്രത്യേകിച്ച് ആർത്തവവിരാമത്തോട് അടുക്കുമ്പോഴും അതിനുശേഷവുമായിട്ടുള്ള ഒരു 4-5 വർഷമാണ് സാധാരണ ഈ ഹോട്ട് ഫ്ലാഷസ് അനുഭവപ്പെടാറുള്ളത്. അത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു സിവിയറിറ്റി കുറഞ്ഞു ഇതില്ലാതെയാവും. അപ്പോൾ ആ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ആ സമയത്തായിരിക്കണം ചികിത്സ കിട്ടേണ്ടത്. പിന്നെയുള്ളത് ഉറക്കത്തിലെ പ്രശ്നങ്ങളാണ്. അതായത് 40 മുതൽ 60% ആർത്തവവിരാമത്തിലുള്ള സ്ത്രീകൾക്ക് ഉറക്കമായിട്ടുള്ള ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരാം. മിക്കവാറും പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുക, പ്രോപ്പറായിട്ട് ഒരു ഉറക്കം കിട്ടാതിരിക്കുക, പിന്നെ ഉറക്കം വരാനായിട്ടുള്ള താമസം ഉണ്ടാവുക, ഇതൊക്കെയാണ് ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ലക്ഷണം. പിന്നെയുള്ളത് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, മറവി, പിന്നെ മൂഡ് സ്വിങ്സ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കരയുക, ഇതൊക്കെ ഈസ്ട്രജൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. പിന്നെ ഉണ്ടാകുന്ന സാധ്യതയുള്ള സിംറ്റം എന്ന് പറയുന്നത് യോനി ഭാഗം ഡ്രൈ ആകാനും അത് കാരണം അവിടെ ഇൻഫെക്ഷൻസ് വരാം, ചൊറിച്ചിൽ വരാം, പിന്നെ ബന്ധപ്പെടുമ്പോൾ ഉള്ള വേദന വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യോനി ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരാം. പിന്നെ മെനോപോസ് കഴിയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ സ്കിന്നൊക്കെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറയും, വളരെ തിന്നാവും, അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുന്നത് പോലെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലിൻ്റെ ബലക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസ്. സാധാരണ ഈ ആർത്തവവിരാമത്തോടടുത്താണ് എല്ലിൻ്റെ ബലക്കുറവ് രൂപപ്പെടുന്നത്. എല്ലിൻ്റെ ബലക്കുറവ് രൂപപ്പെടുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള വീഴ്ചയിൽ അല്ലെങ്കിൽ വെറുതെ ചറക്കി വീഴുമ്പോൾ തന്നെ കൈയൊടിയുക, കാലൊടിയുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരു പ്രായമായ സ്ത്രീകൾ? അതൊക്കെ ഈസ്ട്രജൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ആർത്തവവിരാമം വരുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ ഒരു ലക്ഷണമാണ്. മിക്കവാറും സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിലും ആരും ഇതിനെക്കുറിച്ച് തുറന്നു പറയാറില്ല. തുറന്നു പറഞ്ഞാൽ തന്നെയും അതിന് ആവശ്യമുള്ള ചികിത്സ കിട്ടാറില്ല. അപ്പം ഇതിനെല്ലാം തന്നെ ഒരു പ്രോപ്പർ ചികിത്സാ രീതിയുണ്ട്. അതിനെയാണ് നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയെക്കുറിച്ച് പറയുമ്പോൾ പേടിയുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് പേടി? ചിലർ പറയും ഇത് കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകും, ചിലർ പറയും ഇത് കാരണം ഹൃദ്രോഗം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ പുതിയ പഠനങ്ങൾ അനുസരിച്ച് ശരിയായ ആൾക്ക് ശരിയായ ഡോസിൽ ശരിയായ രീതിയിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അതേസമയം അത് ഫലപ്രദവുമാണ്. പല ലക്ഷണങ്ങളും ഇത് കാരണം നമുക്ക് കുറയ്ക്കാനും പറ്റും. എന്താണ് നമ്മൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസ്ട്രജൻ അഥവാ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന സ്ത്രീകളുടെ മെയിൻ ഹോർമോണായ ഈസ്ട്രജൻ ആണ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ ആയിരിക്കില്ല നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ചിലർക്ക് ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കും, ചിലർക്ക് പാച്ച് ആയിട്ട് കൊടുക്കും, ചിലർക്ക് ക്രീമുകളായിട്ട് കൊടുക്കും. ടാബ്ലറ്റ് ആണെങ്കിലും ഏറ്റവും ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുക, അതായത് ലക്ഷണങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് സെയിം ഡോസിൽ നോക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് കൂട്ടുകയോ ആണ് സാധാരണ ചെയ്യുന്നത്. പാച്ച് ആണെങ്കിൽ നമ്മൾ തൊലിപ്പുറത്ത് ഒട്ടിച്ചു വെച്ചാൽ മതി. ഗുളിക കഴിക്കുന്നതിൻ്റെ അത്ര പ്രശ്നങ്ങൾ പാച്ച് ഒട്ടിക്കുമ്പോൾ ഉണ്ടാവത്തില്ല. പക്ഷെ ഇതിനെല്ലാം സൈഡ് ഇഫക്ട്സ് കുറഞ്ഞായിട്ടുള്ള ഒരിതാണ് ക്രീമുകൾ. യോനി ഭാഗത്തുള്ള ചൊറിച്ചിലിനും ഡ്രൈനെസ്സിനും ഒക്കെ ആയിട്ട് രാത്രി കാലങ്ങളിൽ ഈസ്ട്രജൻ ക്രീം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിന് ഏറ്റവും കുറവ് സൈഡ് ഇഫക്ട്സ് ആണ്. വേറെ പ്രശ്നങ്ങൾ ഈ പാച്ച് ഒട്ടിക്കുമ്പോൾ ഉള്ള സ്കിൻ ഇറിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല. ഈ യോനി ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഈ ക്രീം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ ഈ ചൂട് പോലെ വരുന്നത്, അതൊന്നും ഈ ക്രീം ഉപയോഗിക്കുന്നത് വഴി ഇമ്പ്രൂവ് ആവില്ല. അതിനുവേണ്ടി പാച്ച് അല്ലെങ്കിൽ ടാബ്ലറ്റ് എടുക്കേണ്ട ആവശ്യം തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പ്രൊജസ്ട്രോൺ ആഡ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ ഈസ്ട്രജൻ മാത്രമായിട്ട് എടുക്കുമ്പോൾ യൂട്രസിൻ്റെ ലൈനിങ്, എൻഡോമെട്രിയം എന്നുള്ളൊരു ലൈനിങ് ഉണ്ട്, അതിൻ്റെ കട്ടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൊജസ്ട്രോണും കൂടെ എടുത്ത് ഈ കട്ടി നമ്മൾ സാധാരണ മെൻസസ് ആവുന്നത് പോലെ ബ്ലീഡിങ് ഉണ്ടാക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ്
യൂട്രസ് ഉള്ളവരിൽ ഈസ്ട്രജൻ മാത്രം കൊടുക്കില്ല, അതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പ്രൊജസ്ട്രോൺ കൂടെ കൊടുക്കും. അപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ എൻഡോമെട്രിയത്തിൽ ഉണ്ടായിരിക്കുന്ന കട്ടി അങ്ങ് മാറും. അങ്ങനെ എല്ലാ 3 മാസം അല്ലെങ്കിൽ ചിലർക്ക് മാസം തോറും ബ്ലീഡിംഗ് വരാൻ കുഴപ്പമില്ലെങ്കിൽ മാസം തോറും പ്രൊജസ്ട്രോൺ കൊടുക്കും. പക്ഷെ ചിലർക്ക് 3 മാസത്തിലൊക്കെ ബ്ലീഡിംഗ് വന്നാൽ മതി എന്നാണെങ്കിൽ 3 മാസത്തിൽ കൊടുക്കും. അതേസമയം ഇപ്പോൾ യൂട്രസ് ഇല്ലാത്ത രോഗികളുണ്ടാവുമല്ലോ, അതായത് ഹിസ്റ്ററക്ടമി കഴിഞ്ഞവര്, അങ്ങനെയുള്ളവരിൽ ഈസ്ട്രജൻ മാത്രം മതിയാവും, അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ആർത്തവ വിരാമം എന്ന് പറയുമ്പോൾ യൂട്രസും ഓവറിയൊക്കെ എടുത്തു മാറ്റിയവരിലും ഇതേ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സിന് മുന്നേ മെൻസസ് നിൽക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അവർക്കും ഇതേ ട്രീറ്റ്മെന്റ്, അവർക്കായിരിക്കും ഇത് കൂടുതൽ ആവശ്യം വരിക. കാരണം അവരുടെ ഓവറി നേരത്തെ പ്രവർത്തനം നിർന്നിരിക്കുകയാണ്. അപ്പം അവർക്ക് നേരത്തെ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അവരുടെ എല്ലിന്റെയൊക്കെ ബലക്ഷയം വന്ന് അവർക്ക് നേരത്തെ പൊട്ടലും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നേരത്തെ തന്നെ ഇത് തുടങ്ങുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് 40 വയസ്സിനെയൊക്കെ മുന്നേയൊക്കെ നിൽക്കുവാണെങ്കിൽ അവർക്ക് ഇത് വളരെ ആവശ്യമായിട്ട് വരും. അതേപോലെ യൂട്രസ് മാത്രമല്ല ഓവറിയും കൂടെ എടുക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അവർക്കും നേരത്തെ ഈസ്ട്രജൻ കുറയാനും ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അവർക്കും ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് ട്രീറ്റ്മെന്റ് കൊണ്ട് ഉപകാരം ഉണ്ടാകും. ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ഫലപ്രദമാകാൻ പോകുന്നത് നമ്മുടെ ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞതിലും പിന്നെ യോനി സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളും എല്ലിന്റെ ബലവുമാണ് ഏറ്റവും കൂടുതൽ മാറ്റം വരാൻ പോകുന്നത്. അപ്പൊ ഇത് മൂന്നും തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നവും. അപ്പം ഈ ട്രീറ്റ്മെന്റ് ഈ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉചിതമായിട്ടുള്ളത്. പിന്നെ ഇത് ആർക്കാണ് ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എടുക്കാൻ സാധിക്കാത്തത്? അതായത് ചിലർക്ക് നമ്മൾ റിസ്ക് നോക്കും, ഒരു സ്ത്രീ ഇങ്ങനത്തെ സിംറ്റം ആയിട്ട് വരികയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക്, അതായത് അവർക്ക് ഭാവിയിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ടോ എന്ന് നോക്കും. അതേസമയം തന്നെ ഈ ഹൃദ്രോഗത്തിൻ്റെ ഉള്ള സാധ്യത എത്രയാണെന്ന് നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ ഹോർമോൺ തെറാപ്പി കൊടുക്കാറുള്ളൂ. ഓൾറെഡി ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിനു മുന്നേ ഹൃദ്രോഗം വന്നിട്ടുണ്ട്, സ്ട്രോക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയുണ്ട്, പിന്നെ യോനിയിൽ കൂടെ എന്തുകൊണ്ടെന്ന് അറിയാത്ത രക്തസ്രാവം ഉണ്ട്, ഇങ്ങനെയുള്ളവർക്കൊന്നും നമ്മളിത് കൊടുക്കത്തില്ല. അല്ലാതെ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല ഇത്. വളരെ ചെറിയ ഡോസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് രോഗലക്ഷണങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഡോസ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വലിയ തരത്തിലുള്ള സൈഡ് ഇഫക്ട്സും കാര്യങ്ങളും ഒന്നും ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലും ഉണ്ടാവുന്നില്ല. പക്ഷെ അതേസമയം ഫലപ്രദമാണ്, പല ലക്ഷണങ്ങളും ഇമ്പ്രൂവ്മെന്റും വരും. സ്ത്രീകൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു ചെറിയ ഡോസ് ഈസ്ട്രജനിൽ തന്നെ തീർന്നു എന്ന് പറയാറുണ്ട്. അപ്പം ചില കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് കൊടുക്കാൻ പറ്റാതെ വരാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫുഡിൽ തന്നെ ഇപ്പം ചേന അല്ലെങ്കിൽ സോയ, ഇതൊക്കെ ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങുന്ന ഫുഡാണ്. അപ്പം ഇതൊക്കെ കഴിക്കുന്നതിലൂടെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരും. ഇതുകൂടാതെ വേറെ ചില മരുന്നുകൾ, യോനി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ലൂബ്രിക്കൻസ്, വ്യായാമം ചെയ്യുന്നത്, ഇതൊക്കെ ഈ ലക്ഷണങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ എത്ര കാലം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും എന്നുള്ളത്, അത് ശരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, അവർക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റേ ആവശ്യം വരില്ല. പക്ഷെ ചിലർക്ക് ഭയങ്കര സിംറ്റംസ്, ഭയങ്കര ലക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കാലം എടുക്കേണ്ടി വരും. മാക്സിമം നമ്മളൊരു 10 വർഷമൊക്കെ ഇത് കൊടുക്കാറുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് കുറച്ച് നിർത്താൻ പറ്റാറുണ്ട്. ലക്ഷണങ്ങളൊക്കെ സാധാരണ കുറച്ച് നാളുകൊണ്ട് കുറഞ്ഞു വരും. അപ്പോൾ തന്നെ നമുക്ക് മരുന്ന് കുറച്ച് നിർത്താൻ പറ്റും. ഇതല്ലാത്തവർക്ക് നമുക്ക് വേറെ മാർഗ്ഗങ്ങൾ, ഈ പറഞ്ഞ പോലെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം, വ്യായാമം ചെയ്യാം, വേറെ മരുന്നുകൾ ട്രൈ ചെയ്യാം, ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ മെനോപോസ് അഥവാ ആർത്തവ വിരാമം എന്നുള്ളത് ഒരു രോഗമല്ല, അത് നമ്മൾ സ്ത്രീകൾ കടന്നു പോകേണ്ട ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഷെയർ ചെയ്യുക, നമുക്ക് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. അങ്ങനെ അതുവഴി നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാക്സിമം കുറച്ച് നമുക്കൊരു നോർമൽ ലൈഫ് തന്നെ ലീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് എത്രയും വേഗം അതിനുള്ള ചികിത്സാ രീതി സ്വീകരിക്കേണ്ടതാണ്. ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന MP സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രകാശധാര